ഈ വീഡിയോ എടുക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം 20-ാം തീയതി ഏതാണ്ട് ഒരു 4:45 ശേഷമാണ്. ഞാൻ ഏറ്റവും അവസാനമായി ചെക്ക് ചെയ്യുമ്പോൾ അവിടെ വന്നിട്ടുള്ള പോളിംഗ് എന്ന് പറയുന്നത് 60% മുകളിലാണ്. ഏതാണ്ട് ഒരു 70%, 75%ത്തിലേക്ക് പോകും എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ മിക്ക ബൂത്തുകളിലും ഇപ്പോഴും നീണ്ട നിരയുണ്ട്. അപ്പോൾ ഇതിൽ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്കും ഇതിൻ്റെ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞിട്ട് തന്നെ ഈ വീഡിയോ ചെയ്താൽ മതി എന്ന് വിചാരിച്ചാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പി സരിന് അവിടെ വോട്ട് കുറയും എന്നുള്ളതാണ്. പി സരിന് വോട്ട് കുറയുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില കുഴപ്പങ്ങളുണ്ട്. കാരണം അദ്ദേഹം ഒരു ദിവസം സീറ്റ് കിട്ടാതെ ഉടനടി പിറ്റേ ദിവസം രാവിലെ CPM എത്തുകയും തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ CPM കാൻഡിഡേറ്റായി മാറുകയും ചെയ്തതാണ്. പിന്നെ കൂടാതെ അദ്ദേഹം നടത്തിയിട്ടുള്ള നിരവധി പത്രസമ്മേളനങ്ങളും വാചോടോപങ്ങളും ഒക്കെ തന്നെ ആളുകൾ അത്രത്തോളമൊന്നും ആകർഷിച്ചിട്ടില്ല. കൂടാതെ അദ്ദേഹം തൊട്ടടുത്ത ദിവസം 24 മണിക്കൂർ മുമ്പ് വരെ പിണറായി വിജയനും അതുപോലെ തന്നെ CPM ഒക്കെ എതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അഴിച്ചുവിട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ ഒരു സ്വന്തം കാൻഡിഡേറ്റായി CPM അണികളും അനുഭാവികളും പോലും അത്രത്തോളം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഓളവും ഒരു ആഘോഷവും ഒക്കെ വരുമ്പോൾ അവർ പകുതി പേരൊക്കെ മറന്നു പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതിലേക്കൊന്നും പെടാത്ത നിരവധി സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആ ഓളത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഒരു കാരണമെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങളിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പിണറായിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമാണ്. സരിനെതിരെയുള്ളത് ചെറിയ കാര്യമാണ്. പിണറായിക്കെതിരെയുള്ള അങ്ങേയറ്റത്തെ പിണറായി ഗവൺമെന്റിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ CPM-നും വിശേഷിച്ച BJP-ക്കും ഒക്കെ തന്നെ ഒരു വിശ്വാസ്യതയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. CPM-ന് നേരത്തെ വർഗീയതക്കെതിരെ BJP-ക്കെതിരെ എതിര് നിൽക്കുന്നതിൽ ഏറ്റവും മുഖ്യ പ്രസ്ഥാനമെന്ന് കരുതിയിട്ടുള്ള ആളുകൾക്ക് പോലും വലിയ തോതിൽ ആ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നഷ്ടപ്പെട്ടതിൻ്റെ ഓരോരോ കാരണങ്ങളായി ഞാൻ നിങ്ങളോട് പറയാം. അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങേറ്റം സ്വാധീനിക്കുകയും CPM-ന് വോട്ട് കുറയുകയും ഒരുപക്ഷെ പെർസെൻറ്റേജിലും വളരെ താഴേക്ക് പോവുകയും കൂടാതെ നമ്മുടെ BJP-ക്ക് കഴിഞ്ഞ തവണ ശ്രീധരൻ നേടിയ വോട്ടിലേക്ക് BJP-ക്കും എത്താൻ കഴിയാത്തൊരവസ്ഥയും അവിടെ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് CPM ഏറ്റവും ലാസ്റ്റ് നടത്തിയിട്ടുള്ള പരസ്യം എന്ന് പറയുന്ന ഒരു തറക്കളിയാണ്. ആ പരസ്യം എന്ന് പറയുമ്പോൾ സമസ്തയുടെയും രണ്ട് വിഭാഗങ്ങൾ സുപ്രഭാതത്തിനും സിറാജിനും കൊടുത്തിട്ടുള്ള പരസ്യം, ആ പരസ്യം തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ കാരണം സുപ്രഭാതത്തിൻ്റെ മാനേജ്മെൻറ്റും സിറാജിൻ്റെ മാനേജ്മെൻറ്റും ഒക്കെ തന്നെ ഈ പറയുന്ന പത്രപരസ്യത്തെ തള്ളിക്കളയുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതായത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമസ്തയിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള സുന്നി വിഭാഗമായിട്ടുള്ള അവരുടെ ആളുകളെ ചെന്ന് ഇന്ന് തന്നെ അവരുടെ ഏറ്റവും വലിയ നേതാക്കളെ ചെന്ന് ജെഫ്രി മുത്തുക്കോയ തങ്ങളെ തന്നെയെന്ന് സന്ദീപ് വാര്യർ കാണുകയും സന്ദീപ് വാര്യരെ ഈ പ്രസ്ഥാനത്തിലേക്ക് എടുത്തത് ശരിയാണ്, കോൺഗ്രസിലേക്ക് എടുത്തതെന്ന് അദ്ദേഹം പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് അതിരാവിലെ തന്നെ തെരഞ്ഞെടുപ്പിൽ ആളുകൾക്ക് കൊടുത്തു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പത്രമൊന്നും ആളുകൾ വായിച്ചില്ലെങ്കിൽ പോലും ജെഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനമൊക്കെ അവിടെ പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ശേഷി കൃത്യമായിട്ട് കോൺഗ്രസിന് അവിടെയുണ്ട്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അവരെ സഹായിച്ചിട്ടുണ്ടാകും എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതൊരു വലിയ തോതിലുള്ള കൺസോളിഡേഷന് കാരണമായിട്ടുണ്ടാകും. കാരണം അല്ലെങ്കിൽ തന്നെ CPM-ഉം BJP-യും തമ്മിൽ എന്തൊക്കെ ഒരു ബാന്ധവമുണ്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുടെ ഇടയിലോട്ട് ഈ പരസ്യം LDF-ന്റെ പേരിൽ കൊടുക്കുന്നു. അതും ഒരു പരസ്യമല്ല, പകരം വാർത്തയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ലെവലിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കിയിരിക്കുന്നു. ആ കൺസോൾട്ടേഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസിനും വലിയ തോതിൽ ഗുണമായി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കറിയാം സമസ്തയിലെ മറ്റൊരു വിഭാഗമായിട്ടുള്ള AP അബൂബക്കർ മുസ്ലിയാരൊക്കെ, അദ്ദേഹം AP സുന്നി വിഭാഗങ്ങളൊക്കെ തന്നെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും അതുപോലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ ഈ CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു ബാന്ധവം വലിയ തോതിലുള്ള വിശ്വാസ്യത നഷ്ടം, ഒരു ക്രെഡിബിലിറ്റി ലോസ് ഈ രണ്ട് പാർട്ടികൾക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വഖഫുമായി ബന്ധപ്പെട്ട് മുനമ്പവുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയിട്ടുള്ള വലിയ തോതിലുള്ള പ്രചാരണമാണ്. ആ വഖഫ് പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതും വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഈ നിയമം നടപ്പാക്കാൻ കഴിയുമായിരുന്നിട്ടും ചുട്ടെടുത്ത പോലെ നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ടിരുന്ന കേന്ദ്ര ഗവൺമെൻറ് അത് ചെയ്യാതെ ഒരുപക്ഷെ വളരെ മെല്ലെപ്പോക്ക് സമീപനം തുടരുകയും ഇത്
പതുക്കെ പതുക്കെ ചർച്ചയാക്കി കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന ഇവർക്കെതിരെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഒരു നടപടിയാണ് എന്നുള്ളത് തന്നെ അവർ വായിക്കാനാണ് സാധ്യത. അതും തീർച്ചയായും ഈ പറയുന്ന മണ്ഡലങ്ങളിൽ ചില പഞ്ചായത്തുകളിൽ ഞാൻ കൃത്യമായിട്ട് ഇന്നലെ തന്നെ നിങ്ങളോട് പറഞ്ഞു വീഡിയോയിൽ, പിരായിരി പഞ്ചായത്തിലൊക്കെ തന്നെ വലിയ ഭൂരിപക്ഷം UDF നേടിക്കൊടുക്കാൻ ഇത് സഹായിക്കുമെന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ 7000-ഓളം വരുന്ന ക്രിസ്ത്യൻ വോട്ടുകളിൽ ഈ മുനമ്പം ഇഷ്യൂ കൊണ്ടൊക്കെ ചെറിയ തോതിലൊരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ പോലും ഇത് പരിഹരിക്കാനല്ല, പകരം ഈ പ്രശ്നങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഇതിൻ്റെ ഗുണഭോക്താവാകാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്ന് പറയുന്ന തോന്നലൊക്കെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ വലിയ തോതിൽ ഉണ്ടാവും. അതുകൊണ്ട് അതിൽ നിന്നും വലിയൊരു ലാഭം ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതിന് തൊട്ടു മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു വിവാദം നമുക്കറിയാം. ദ ഹിന്ദുവിന് കൊടുത്തിട്ടുള്ള അഭിമുഖവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് ഈ കള്ളക്കടത്തും ഹവാലയും ഒക്കെ കൂടുതലാണെന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നമ്മുടെ പിണറായി വിജയൻ നടത്തിയിരുന്നു. പിന്നീട് അത് PR ഏജൻസികൾ എഴുതി കൊടുത്തതാണ്, അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നൊക്കെ തെളിഞ്ഞിരുന്നു. പക്ഷെ എങ്കിൽ പോലും അതും തീർച്ചയായിട്ടും ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനിടയിൽ വലിയ തോതിലുള്ള ഒരു അതൃപ്തി ഉണ്ടാക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുസ്ലിം മതവിഭാഗത്തിനിടയിൽ മാത്രമല്ല അതിർത്തി ഉണ്ടാക്കാൻ പോകുന്നത്, യഥാർത്ഥത്തിൽ മതേതരമായി ചിന്തിക്കുന്ന CPM അനുഭാവികളുടെ ഇടയിൽ പോലും വലിയ തോതിൽ ഒരു അനിഷ്ടവും അവർക്കൊരു ഇഷ്ടക്കേടും ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ മുസ്ലിം ലീഗിനോടും അതുപോലെ തന്നെ പാണക്കാട് ശിഹാബ് അലി തങ്ങളോടുമൊക്കെ, അവരൊന്നും വിമർശനത്തിന് അതീതരാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷെ അവരോടുമൊക്കെയുള്ള എതിർപ്പ് തന്നെ നമ്മളിത് കാണുമ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് CA വിരുദ്ധ പ്രക്ഷോഭവും ഏകീകൃത സിവിൽ കോഡിൻ്റെ കാര്യത്തിലൊക്കെ ഒരുമിച്ച് പ്രക്ഷോഭം നടക്കാനും സെമിനാറിലേക്കൊക്കെ ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് ഇവരൊരു ജനാധിപത്യ മതേതര പാർട്ടിയാണ് എന്നൊക്കെ CPMൻ്റെ ആളുകൾ തന്നെ നേതാക്കന്മാർ വിശേഷിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അതൊക്കെ മറന്നുകൊണ്ട് ഇപ്പോൾ പെട്ടെന്നൊരു നിലപാട് മാറ്റം ഉണ്ടായത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല CPMൻ്റെ സാധാരണ അനുഭാവികളും ചിന്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരും മെമ്പർമാരോട് പോലും വിശദീകരിക്കുന്നതിന് പാർട്ടിക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പത്രത്തിൻ്റെ കാര്യത്തിൽ, ആ പരസ്യത്തിൻ്റെ കാര്യത്തിൽ പോലും ഈ പരസ്യം എന്തിനാണ് നിങ്ങൾ സിറാജിലും സുപ്രഭാതത്തിലും മാത്രം കൊടുക്കുന്നത്? ഇത് ശരിയായിട്ടുള്ള കാര്യമാണെങ്കിൽ, മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യമാണെങ്കിൽ, അത്തരത്തിലുള്ള ഒരാളെ പൊളിച്ചു കാട്ടണമെങ്കിൽ അത് സമൂഹത്തിനോട് മൊത്തം പറയേണ്ടതല്ലേ എന്ന് പറയുന്ന ചോദ്യങ്ങൾ കൂടിയുണ്ടാവും. ഇതിൻ്റെ എല്ലാം തൊട്ടു മുമ്പാണ് നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും RSSൻ്റെ നേതാക്കളായിട്ടുള്ള ദത്താത്രേയ ഹൊസബലെ, RSSൻ്റെ വെറും നേതാവല്ല, RSSൻ്റെ രണ്ടാമൻ എന്ന് വിളിക്കാവുന്ന ദത്താത്രേയ ഹൊസബലെയും അതുപോലെ അവരുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു ബൗദ്ധിക മുഖമായിട്ടുള്ള രാം മാധവിനെയും ഒക്കെ ഈ പറയുന്ന MR അജിത് കുമാർ ADGP ചെന്ന് കണ്ടതുമൊക്കെ ആളുകളുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ചില കൊടുക്കൽ വാങ്ങലുകളുണ്ടോ എന്നൊക്കെ ആളുകൾക്ക് സംശയമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തൃശ്ശൂർ പൂരം കലക്കലും നമ്മൾ കാണേണ്ടത്. ഈ കലക്കലും ഈ ADGP MR അജിത് കുമാറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം PV അൻവർ ഉന്നയിച്ചിട്ടുള്ള നിശിതമായിട്ടുള്ള ആരോപണങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോഴും ആ സംശയം ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നു. അതിനൊന്നും കൃത്യമായിട്ടുള്ള ഒരു മറുപടി കിട്ടിയിട്ടില്ല. CPI ആവശ്യപ്പെട്ടിട്ട് പോലും മടിച്ചാണ് MR അജിത് കുമാറിനെതിരെ നടപടിയെടുത്തത്. ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതിരിക്കാൻ വേണ്ടി അന്വേഷണത്തിന് 6 മാസവും 1 കൊല്ലമൊക്കെ കൊടുത്തിരിക്കുകയാണെന്നുള്ളത് കൃത്യമായി ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇനി ഇത് കൂടാതെ നമുക്കറിയാം ഏറ്റവും ഒടുവിലാണ് ഈ ഹിന്ദു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഹിന്ദു ഗ്രൂപ്പ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഗോപാലകൃഷ്ണൻ വന്ന് ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചതുമൊക്കെ തന്നെ. അപ്പോൾ ഇതെല്ലാം തന്നെ വലിയ തോതിൽ ജനങ്ങളുടെ അടുത്ത് വലിയ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ കേരളത്തിലെ ആളുകൾ മുഴുവൻ മുസ്ലിംസിന് മാത്രമേ ഇത് ബാധിക്കൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ക്രിസ്ത്യൻസിലും ഹിന്ദുക്കളിലും മറ്റ് നിരവധി മതവിഭാഗങ്ങളിലുമുള്ള ആളുകളൊക്കെ തന്നെ, അവരിൽ മതേതരമായി ചിന്തിക്കുന്ന, മതപരമായി വിഭാഗീയമായ മനസ്സില്ലാത്ത ആളുകളൊക്കെ തന്നെ ഈ CPMൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ളൊരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ഈ നേരത്തെ പറഞ്ഞ MR അജിത് കുമാറിനും പോലീസിലുള്ള RSS വൽക്കരണത്തെക്കുറിച്ചുമൊക്കെ തന്നെ ഏറ്റവും ആദ്യം പറഞ്ഞത് PV അൻവർ അല്ല, അതിനു മുൻപ് തന്നെ CPIയുടെയൊക്കെ ആനിരാജ പോലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പത്രപരസ്യം കൊടുത്തത് പോലും CPIയുടെ ആളാണ് അതിൻ്റെ കൺവീനറായിട്ടുള്ളത്, തെരഞ്ഞെടുപ്പ് സമിതിയുടെ, പക്ഷെ അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് LDFന് മൊത്തമായി പോലും ഇത്തരം കാര്യങ്ങളൊന്നും ഓൺ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. കൊടകര കുഴൽപ്പണ കേസ് എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത് എന്ന് ജനങ്ങളിൽ വലിയ സംശയമുണ്ട്. കൂടാതെ നമുക്കറിയാം മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസിൽ നിന്ന്
കെ സുരേന്ദ്രൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ രക്ഷപ്പെടുത്താനായിട്ട് എങ്ങനെയാണ് പിണറായി വിജയൻ ഗവൺമെൻറ് സഹായിച്ചത് എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ സംശയമുണ്ട്. ഇപ്പോൾ ഇതിൽ നിങ്ങളൊരു പത്രവാർത്ത കാണിക്കും മനോരമയിൽ. ആ പത്രവാർത്തയിൽ പറയുന്നൊരു കാര്യം, സ്വർണ്ണക്കടത്തിൽ ഇഡിക്ക് താല്പര്യമില്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സൗകര്യം കേന്ദ്ര ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നത്, ഇവിടെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ BJPയെ സഹായിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ സംശയമുണ്ട്. അതുപോലെ കരുവന്നൂർ കേസിലടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചില നടപടികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ നടപടികളെല്ലാം തന്നെ നിന്നുപോയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ആളുകൾക്കറിയാം. ഇതിനെല്ലാറ്റിനും ഉപരിയായിട്ടാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ EP ജയരാജൻ്റെ ആത്മകഥയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വന്നത്. അതിന് തൊട്ടു മുമ്പ് പ്രകാശ് ജാവദേക്കറും ഇദ്ദേഹവുമായി കണ്ട് സംസാരിച്ചതിനെക്കുറിച്ച് ദല്ലാൽ നന്ദകുമാർ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ നമുക്കറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ വലിയ തോതിൽ CPM-നും ചെറിയ തോതിൽ തീർച്ചയായിട്ടും BJPക്കും വലിയ തോതിലുള്ള ഒരു ക്രെഡിബിലിറ്റി ലോസ്, ഒരു വിശ്വാസ്യത നഷ്ടം ഉണ്ടായിട്ടുള്ള പാർട്ടികളാണ്. അതുകൊണ്ട് തന്നെ പഴയ പെർഫോമൻസിലേക്ക് പാലക്കാട് എത്തുക എന്നുള്ളത് ദുഷ്കരമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു കേക്കിൻ്റെയൊക്കെ മുകളിൽ ചെറി വെക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് CPM-ൻ്റെ ഒരു ചിഹ്നത്തിൽ ഒരു ആൾ മത്സരിക്കേണ്ടതിന് പകരം പുറത്തു നിന്ന് ഒരു സ്വതന്ത്രനായിട്ടുള്ള ഒരാൾ, അതും തലേദിവസം രാത്രി 48 മണിക്കൂറുകൾ മുമ്പ് വരെ കോൺഗ്രസ് ആയിരുന്ന ഒരാൾ, കോൺഗ്രസ് നന്നാക്കണമെന്ന് പറഞ്ഞൊരാൾ, കോൺഗ്രസിൽ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പുനഃപരിശോധിക്കണമെന്നും അങ്ങനെ പുനഃപരിശോധിച്ചിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥിയാകാൻ നല്ലത് എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പകുതി ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരാൾ, ഇത്തരത്തിലുള്ള ആളുകളെയെല്ലാം അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളെയാണ് ഇപ്പോൾ തൊട്ടടുത്ത ദിവസം മാമോദീസ മുക്കി CPM ആക്കിയിട്ട് എന്ത് ചെയ്യുന്നത്, മത്സരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ LDFൻ്റെ കാൻഡിഡേറ്റായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ അവിടെ യഥാർത്ഥത്തിൽ CPM ആത്മഹത്യാപരമായൊരു നിലപാടെടുത്തിരിക്കുന്നു. CPM-ൻ്റെ വോട്ടുകൾ താഴേക്ക് പോകുന്നു. കഴിഞ്ഞ നമുക്കറിയാം 2006 മുതൽ 2011 മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ നിരന്തരമായി വോട്ടുകൾ കുറയുകയും ഒരു വോട്ട് പോലും, പുതിയ വോട്ടുകളൊക്കെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും അതിൽ നിന്ന് ഒരു വോട്ട് പോലും കൂട്ടാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന CPM അങ്ങേയറ്റത്തെ മണ്ടൻ തീരുമാനമാണ് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ P സരിൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കും CPM-ന് പാലക്കാടും LDF-നും ഇത്തവണ വോട്ട് കുറയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞതൊരിക്കൽ കൂടി ആവർത്തിക്കുന്നു, E ശ്രീധരൻ പിടിച്ച് വോട്ടിലേക്ക് എത്താൻ ഒരു പക്ഷേ BJPക്ക് പോലും കഴിയില്ല. അത് ശ്രീകൃഷ്ണകുമാർ അവർക്ക് കിട്ടാവുന്ന മികച്ച കാൻഡിഡേറ്റ് ആണ്. പക്ഷെ അദ്ദേഹത്തിന് കഴിയാത്തതിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഒരു അന്തർധാരകൾ സജീവമാണ് എന്ന് പറയുന്ന തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ തവണ പ്രചരണത്തിൽ പോലും ഏറ്റവും ഒടുവിൽ A റഹീമും VV രാജേഷും കൂടി ഒരുമിച്ച് നിൽക്കുന്ന, സമരം ചെയ്യാൻ വേണ്ടി ഹോസ്റ്റലിൽ പെട്ടിപിടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഫോട്ടോ മുതൽ ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നതിനെതിരെ കൊടുത്തിട്ടുള്ള പരസ്യം വരെയുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ സ്വാധീനിക്കും. ജനങ്ങളെ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്.